ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. രാവിലത്തെ എന്നല്ല, കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും കുറച്ച് കുക്കിങ്ങും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അയക്കുക. ഓക്കേ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ബാ. ഹലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണേ. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിച്ചോളൂ കേട്ടോ. അപ്പം രാവിലത്തെ ഒരു വലിയ ടാസ്ക്കാണ് ഈ പാത്രം കഴുകലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. അപ്പം ഇന്ന് ഇതൊരു എന്താ പറയുക, ശനിയാഴ്ച എടുത്തതായതുകൊണ്ട് തന്നെ എന്താ പറയുക, ഡീപ്പ് ക്ലീനിങ് ആവാമെന്ന് വിചാരിച്ച്. അന്ന് അധികം തിരക്കൊന്നുമില്ലല്ലോ, അപ്പം കുക്കിങ്ങും കാര്യങ്ങളൊന്നും തുടങ്ങിയില്ല. എൻ്റെ മുന്നേ തന്നെ ഗ്യാസും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി, ആദ്യം എല്ലാ സ്ഥലത്തൊന്ന് സോപ്പിട്ട് കഴുകും കേട്ടോ. എന്നിട്ട് പിന്നെ നല്ല വെള്ളം കൊണ്ട് 2-3 പ്രാവശ്യം വെച്ച് തുടച്ചെടുക്കലാണ്. അങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യൽ. ഇവിടെ അധികം വെള്ളം കൊണ്ട് കളിക്കാൻ പറ്റില്ല, കാരണം പിന്നെ നിലത്തേക്ക് ആ വെള്ളമൊക്കെ ആക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അധികം പണിയാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഇതേപോലെ ഒന്ന് തുടച്ച് 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ തുടച്ച് ക്ലീൻ ചെയ്തെടുക്കലാണ്. അപ്പോൾ എന്താ പറയുക, ഇതും പാത്രം കഴുകുന്ന പോലെ തന്നെ വലിയൊരു ടാസ്ക്കാണ്. ദിവസവും ഇത് തുടക്കുന്നതാണ്. എന്നാലും ആഴ്ചയിൽ ഒരു ദിവസം ഈ ടൈലും കാര്യങ്ങളൊക്കെ, ചുമരും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നന്നായിട്ടൊന്ന് തുടച്ചിടും കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇതുവരെ ഈ സാധാരണ ഗ്യാസിൻ്റെ അടുപ്പാണ് ഉണ്ടായത്, സ്റ്റീലിൻ്റെ. അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നുണ്ട്. നല്ല വൃത്തിയായിട്ട് കൊണ്ടെടുക്കാൻ പറ്റും കേട്ടോ. ഇത് പെട്ടെന്ന് കേടുവരും തോന്നുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് ഇതിനധികം ഗ്യാരണ്ടി ഒന്നും ഇല്ലയെന്ന് കേട്ടോ. പിന്നെ ഇത് കുട്ടികളെ പാത്രം, ഈ ചോറ് കൊണ്ടുവന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്ന ചെറിയൊരു വേസിനാണ്. അതും ആഴ്ചയിൽ ഒരു ദിവസം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യും കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ എന്താ പറയുക, പൊടിയും കാര്യങ്ങളും ഈ മുകളിലെ ഈ അടുക്കളയിൽ തന്നെ മുകളിലെ ഭാഗങ്ങളിലൊന്നും എന്താ ശരിക്കും ഈ തട്ടടിച്ചില്ല എന്ന് പറഞ്ഞാൽ സീലിംഗ് കൊടുത്തിട്ടില്ല. അപ്പം അവിടുന്ന് ഇങ്ങനെ പൂച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്ന സമയത്ത് മണ്ണും കാര്യങ്ങളും തൊഴിയും. അപ്പോൾ ചില സമയം എന്നും ക്ലീനിങ് ചെയ്യേണ്ട അവസ്ഥ വരില്ല കേട്ടോ. ഇതന്നെ ഇപ്പോൾ ഈ അടുത്തെന്ന് പറയുമ്പോൾ റെഡിയാക്കിയതാണ്. ഇവിടെ ഒന്നുമില്ല, ഇനി ഇത് സ്റ്റോർ റൂമാണ്. പക്ഷെ ഒന്നും കാര്യമായിട്ടൊന്നും അങ്ങനെ കൊടുത്തില്ല കേട്ടോ. അങ്ങനെ ആ ക്ലീനിങ് ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞേ. ഇനിയിപ്പോൾ അടുത്ത ക്ലീനിങ്ങിലേക്കാണ് വരുന്നത്. അടുത്തത് ഇതാ ഈ എന്താ പറയുക, ആലുവ അടുപ്പാണ് കേട്ടോ. ഇതിപ്പോൾ കുറേ ആയിട്ടോ, ഒരു 8 വർഷത്തോളമായിട്ടോ ഈ ആലുവ അടുപ്പ് ഉണ്ടാക്കിയിട്ട്. പിന്നെ ഞങ്ങളെന്നും നല്ലോണം ക്ലീൻ ചെയ്ത് കൊണ്ടെടുക്കുന്നതുകൊണ്ട് ഇത്രയും കാലം നിന്ന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൻ്റെ എന്താ പറയുക, അടപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടോ. അടുപ്പും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാനൊരു ദിവസം ഏതോ ഒരു വർഷം നോമ്പിന് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇട്ടപ്പം അണ്ണാച്ചുളം ആരോ എടുത്തുണ്ടായതാണ് സംഭവം. പിന്നെ ഇവിടെ കാണുന്നില്ല. പിന്നെ അതിൻ്റെ തട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പാത്രം പാകത്തിന് വെക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനത്തതൊക്കെ വാങ്ങീനെ, അതും കാണാനില്ല. അതൊക്കെ അണ്ണാച്ചിലൊക്കെ എടുത്തുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഈ പാത്രം പെറുക്കുന്നവരൊക്കെ ഇങ്ങനെ വരുമല്ലോ, അപ്പോൾ എടുത്തുകൊണ്ടതായിരിക്കും. അങ്ങനെ പിന്നെ ആദ്യം ഒന്ന് ഇതേപോലെ ഒന്ന് വേസ്റ്റൊക്കെ ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ കവറും കാര്യങ്ങളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുത്ത് വെച്ച്, കടലാസൊക്കെ നമ്മൾ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് കത്തിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച്, കവറൊക്കെ പിന്നെ അയൽക്കൂട്ടക്കാർ കൊണ്ടുപോകും. അപ്പം ഹരിതകർമ്മസേനക്കാർക്ക് വേണ്ടിയിട്ട് അത് ഒക്കെ ഇങ്ങനെ മാറ്റി വെക്കലാണ്. അപ്പം നിങ്ങളെ വീട്ടിൽ അങ്ങനെയൊക്കെ ആണോ നിങ്ങൾ ചെയ്യൽ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അതൊക്കെ ഇങ്ങനെ നടന്നുകൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് നനച്ച് കൊടുക്കുന്നേ ഉള്ളൂ, കാരണം ഇന്നലെ തീ പിടിപ്പിക്കാത്തതുകൊണ്ട് അധികം ചേറും കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിലൊക്കെ വൈറ്റ് കളറിൽ കാണുന്നത് പിന്നെ ചോക്ക് വരച്ചിട്ടതാണ് കേട്ടോ. കാരണം ഇവിടെ എപ്പോഴും ഉറുമ്പ് ശല്യം നന്നായിട്ടുണ്ട്. ഒരു കറുത്തിട്ടുള്ള ചെറിയ ഉറുമ്പ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ചോറിലൊക്കെ വരുന്നതിന് ഞങ്ങളങ്ങനെ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല കേട്ടോ, പൂപ്പൽ പിടിച്ചതൊന്നുമല്ല, ഈ ചോക്ക് കൊണ്ട് വരഞ്ഞിട്ടതാണ്. ഇപ്പം തുടക്കലൊക്കെ കഴിഞ്ഞ് ഭക്ഷണം വെക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ചോക്ക് കൊണ്ട് വരച്ച് താഴേലൊക്കെ ഒന്ന് വരച്ചിടുക, അല്ലെങ്കിൽ നന്നായിട്ട് എറുമ്പ് കയറും കേട്ടോ.
ഇതും നമ്മളെ എന്താ പറയുക വലിയൊരു ടാസ്ക്കാണ്. ഈ അടുപ്പൊക്കെ ഒന്ന് ഈ തീ പിടിപ്പിക്കുന്ന സമയത്ത് നല്ല കരിയും ഇതും ഒരു എന്താ പറയുക കരിയല്ല, പക്ഷേ ഒരു കാപ്പി കളർ പോലത്തെ ഒരു സംഭവം അങ്ങനെ പിടിക്കും ടൈമിൽ. പിന്നെ നമ്മൾ നന്നായിട്ട് കമ്പിയും സോപ്പും പിന്നെ ചാരവും കൂടി ഇട്ടിട്ട് ക്ലീൻ ചെയ്തെടുക്കലാണ്. പിന്നെ അടുത്ത ക്ലീനിങ് എന്ന് പറയുന്നത് വാഷ് ബേസിനാണ്. അതും ഇതേപോലെ നന്നായിട്ട് കമ്പിയും ഇതൊട്ട് തേച്ച് കഴുകണം. കഴുകിയില്ലെങ്കിൽ അതിൻ്റെ അത്ര നിറം കിട്ടൂല കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് സോപ്പും കമ്പിയൊക്കെ ഇട്ടൊന്ന് കഴുകുന്നതാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ പിന്നെ വെള്ളം കൊണ്ട് കുറച്ചൊക്കെ കളിക്കുക. എന്താണെന്ന് വെച്ചാൽ വെള്ളം പുറത്തേക്ക് വേസിനുള്ളതുകൊണ്ട് അതിലേക്ക് ആക്കും. പക്ഷേ മറ്റോടത്തൊക്കെ എന്ന് പറയുമ്പോൾ പുറത്തേക്കാകുമ്പോൾ പിന്നെയും ഞാൻ ഇരട്ടി പണിയെടുക്കണം. അതുകൊണ്ട് പിന്നെ ഇവിടെ നന്നായിട്ട് വെള്ളം ഇട്ടിട്ട് തന്നെ കഴുകും. പിന്നെ ചുമരും കാര്യങ്ങളും ഒക്കെ ടൈൽസ് ഇട്ട ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ഈ ഡിസ്കിൻ്റെ പ്രശ്നം വന്നപ്പോഴാണ് എനിക്കിതൊന്നും തീരെ ചെയ്യാൻ പറ്റാതായത് കേട്ടോ. ആദ്യം ഞാൻ തന്നെ ഇനി ഇതൊക്കെ എടുക്കൽ കേട്ടോ. ഇപ്പം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യും. എല്ലാത്ത ദിവസവും ഞാൻ തുടക്കുന്ന ദിവസം നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യും. അല്ലാത്ത ദിവസം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് തുടച്ചിടും. എനിക്കിതേപോലെ തന്നെ സുഖമില്ലാത്ത സമയത്തൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്യൽ കേട്ടോ. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അങ്ങനെ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം പിന്നെ മക്കളൊന്നും സ്കൂളില്ലാത്ത ദിവസം നേരത്തെ തന്നെ ഭക്ഷണമൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പം പിന്നെ ആക്കത്തിലെല്ലാം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ പിന്നെ അവിടെയും കൂടിയും ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഇനി ഒന്ന് അടിച്ചു വാരിയിട്ട് ഒന്ന് തുടച്ചെടുക്കണേ. അപ്പോൾ ഇത് വിശദമായിട്ട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് വീഡിയോ ഓണായത് ഞാൻ അറിഞ്ഞില്ലേനെ. പക്ഷെ ഇത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി കേട്ടോ. അപ്പം ഈ ജോലിയില്ലാത്ത വീട്ടമ്മമാർക്കൊക്കെ എല്ലാവരും ചോദിക്കും എന്താ ജോലി ചോദിച്ചാൽ ഒന്നുമില്ല, വീട്ടിലൊന്നുമില്ല, ഹൗസ് വൈഫാണെന്ന് പറയും. പക്ഷെ ഒരു ഹൗസ് വൈഫിൻ്റെ പണി എന്താണെന്ന് ചോദിച്ചാൽ 1,00,000 രൂപയെങ്കിലും ശമ്പളം കിട്ടിയാലും തീരാത്ത പണിയാണ്. മുതലാവും അല്ല, 1,00,000 ശമ്പളം കിട്ടിയാലും മുതലാവില്ല എന്ന് തന്നെ പറയാം. അത്രക്കും ജോലിയാണ് കേട്ടോ ഒരു ദിവസം ഉണ്ടാവുക. ഓരോ കാര്യങ്ങളും ചെയ്യാൻ, അലക്കാനും എന്താ പറയുക മെഷീനും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ കഷ്ടപ്പാട് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ദിവസം മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മെഷീനൊക്കെ കേടുന്നതുകൊണ്ട് ഇപ്പോൾ കല്ലിൽ അലക്ക തന്നെ വേണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ നിലമൊക്കെ കാവിയാണ്, ടൈലൊന്നുമല്ല ഇട്ടത്. അതുകൊണ്ട് പിന്നെ കുറച്ച് സ്ഥലമുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കട്ടോ. പിന്നെ ഒന്ന് തുടച്ചും കൂടി എടുക്കുന്നുണ്ട്. തുടക്കുമ്പോൾ ഇതേപോലെ തന്നെ ആദ്യം നല്ലോണം വെള്ളമാക്കിയിട്ട് ഒന്ന് തുടച്ചെടുക്കും. പിന്നെ കുറച്ച് കൊണ്ടുവന്നിട്ട് പെനാലൊക്കെ വെച്ചിട്ട് പിന്നെ ഒന്ന് ക്ലീനാക്കി എടുക്കും. അതാണ് തുടക്കലൊക്കെ കേട്ടോ. ഒരുപാട് പണിയൊന്നുമില്ല, പക്ഷെ അതന്നെ എടുക്കാൻ എനിക്ക് എന്താ പറയുക ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര അസ്വസ്ഥതകളാണ്. ഇങ്ങനെ തുടക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വേദനയൊക്കെ തോന്നുക കേട്ടോ. പിന്നെ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ കുറച്ച് കോൺക്രീറ്റ് ഇട്ട ഭാഗം കൂടി ഉണ്ട്, അവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ആഴ്ചയിൽ ഇതേപോലെ ഞാൻ കമ്പിട്ട് ഉരക്കലൊക്കെ ഉണ്ട്. ഇപ്പം ഈ തുടക്കലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട്
കാലും ഒക്കെ വേദനിക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ നാളത്തേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ കഴുകാനൊന്നും നിന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കമ്പിയോ ചേരിയോ എന്തെങ്കിലും ഇട്ടിട്ട് നന്നായിട്ട് അവിടെ ഒന്ന് ഒരിച്ചെടുക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ ഞങ്ങൾക്ക് കുറച്ച് പൂച്ചകളുണ്ടല്ലോ, അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഞങ്ങൾ അവിടെയാണ് വെക്കൽ. അപ്പോൾ അവിടെ എപ്പോഴും വെള്ളമായതുകൊണ്ട് നിൽക്കും. അപ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ പച്ച പിടിക്കും കേട്ടോ. പിന്നെ മോള് അലക്കുന്നുണ്ട്, പിന്നെ കുറച്ച് അലക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ മോള് ഹെൽപ്പ് ചെയ്യാൻ തന്നെ മോള് ചെയ്യുന്നുണ്ട് കുറച്ച്. പിന്നെ ഇതാണ് ഞങ്ങളെ വീടൊക്കെ കേട്ടോ. ഈ സ്ഥലങ്ങളൊന്നും ഞങ്ങളതല്ല, സ്ഥലം നമ്മൾ വിറ്റ് പോയതാണ്. ആ വീട് നിൽക്കുന്ന ഇത്തിരി സ്ഥലം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്തടുത്തൊക്കെ വീടുകളാണ് ഇഷ്ടം പോലെ. ഇവിടെ ഈ കടൽ പ്രദേശമായതുകൊണ്ട് അടുത്തടുത്ത് വീടാട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ ഇതാണ് ഞങ്ങളുടെ ബാത്റൂം കേട്ടോ. ബാത്റൂം ഇപ്പോൾ ഈ അടുത്ത് ചുമരൊന്നും മാറ്റിയില്ല, പക്ഷേ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ അടുത്ത് മാറ്റിയതാണ്. ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥ. ഇനി അങ്ങനെ ഉമ്മൻ്റെ അസുഖം കാണാൻ വന്ന ഒരാൾ ചെയ്തു തന്നതാണ്. പിന്നെ ഞാനെന്താ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോളെ അലക്കുന്നുണ്ട്. അപ്പം ഞാൻ വേഗം ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചണേ. പിന്നെ നമ്മൾ ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തൂവിയതിന് ശേഷം ഇഡ്ഡലിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഇഡ്ഡലി മാവും ദോശമാവ് ഇഡ്ഡലി മാവൊക്കെ ഒന്ന് തന്നെയാണല്ലോ, നല്ലോണം പൊങ്ങി വരാൻ കേട്ടോ. അപ്പം ഞാൻ വേറെ ഒന്നും ചെയ്യല്ല, കുറച്ച് നേരത്തെ അരച്ച് വെക്കും. കുറച്ച് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ അരച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ രാവിലെ എന്താ പറയുക ചിലപ്പോൾ ഒരു 8-10 മണിക്കൂർ കിട്ടും ആ ഒരു സമയം കൊണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അതേപോലെ പച്ചരി ഉഴുന്നും ചോറും കൂടി കൂട്ടിയിട്ടാണ് അരക്കുന്നത്, വേറെ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ചില ആൾക്കാരൊക്കെ കാരമൊക്കെ ചേർക്കും, അത് നമുക്ക് അത്ര നല്ലതല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കല്ല കേട്ടോ. പിന്നെ ഇതൊരു പഴയ ഇഡ്ഡലി ചെമ്പാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ഇനി ആരും ഒന്നും പറയണ്ടേ, കുറച്ച് മുന്നേ പഴക്കമുള്ളതാണ്. പിന്നെ ചട്നിയും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ നേരത്തെ തന്നെ ചിരണ്ടിയിട്ട് ഒന്ന് അരച്ച് വെച്ചിന്. പച്ചക്കറിക്ക് വേണ്ടിയിട്ട് അതും അരച്ച് വെച്ച്, പിന്നെ ചട്നിക്ക് വേണ്ടിയിട്ട് അരച്ച് വെച്ച്. അപ്പോൾ നമ്മളൊരു പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒരു സിമ്പിൾ ചട്നിയാണ്. ചട്നിക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ഇഞ്ചിയും ചെറിയ ഉള്ളി കറിവേപ്പില ഇത് എല്ലാം കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ അരക്കുന്നത്. ചെറിയ ഉള്ളി സാധാരണ കൂട്ടും, ഇഞ്ചിയും കറിവേപ്പിലയും കൂടി കൂട്ടി അരക്കുന്നത് ആരോ ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഇതേപോലെയാണോ ചട്നി ഉണ്ടാക്കലെന്ന്. പിന്നെ അതൊന്ന് റെഡിയാക്കി വന്നപ്പോഴത്തെ നമ്മളെ ഇഡ്ഡലിയൊക്കെ ഒന്ന് സെറ്റായി കേട്ടോ. പിന്നെ ഇഡ്ഡലിയൊക്കെ ഒന്ന് പെട്ടെന്ന് തട്ടിന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി തളിച്ചിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇഡ്ഡലി തട്ടിന്ന് വിട്ട് കിട്ടും കേട്ടോ. എന്നാലും കുറച്ച് പറ്റലൊക്കെ ഉണ്ടാവും, നമ്മൾ ചൂടോടുക്കാണല്ലോ എടുക്കുന്നത്. ചിലത് നന്നായിട്ട് കിട്ടും, ചിലത് പിന്നെയെന്ന് പറഞ്ഞാൽ ഈ എത്ര നമ്മൾ എപ്പോഴൊന്നും ഇഡ്ഡലിയും കാര്യങ്ങളും ഉണ്ടാക്കുന്നില്ലല്ലോ. ഞാൻ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെ ഉണ്ടാക്കലുള്ളൂ കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പറ്റിപ്പിടിക്കാൻ സാധ്യത കൂടുതലാണ്, എന്നാലും വലിയ പ്രശ്നമല്ല ഉണ്ടോ. നല്ല അടിപൊളി ഇഡ്ഡലിയാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറിനില്ല വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പം കറണ്ട് അടുപ്പുമ്പോഴാണ്, ഇന്നിപ്പോൾ അടുപ്പത്തൊന്നും നിന്നിക്കില്ല. എന്നാൽ അതിനത്രയും വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാക്കാനില്ലല്ലോ. അപ്പം ചോറ് കറണ്ട് അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്ന സമയത്ത് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരി റേഷൻ കടയിലെ അരിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ. പിന്നെ അരിയും കൂടി ഇട്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു 4 ഇഡ്ഡലി, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി എന്ന് പറയുമ്പോൾ ഒരു 7 മണി, തലേന്ന് രാത്രി 7 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കുന്നതല്ലേ, പിന്നെ അതിൻ്റെ ഇടയിലൊന്നും കഴിക്കില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് വിശന്നീന് കേട്ടോ. അപ്പോൾ ഒരു 4 ഇഡ്ഡലിയൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്, കുറച്ച് ചട്നിയും. പിന്നെ മക്കൾക്ക് ആവശ്യമുള്ളതൊക്കെ അവർക്കപ്പം പെട്ടെന്നൊന്നും ചായ അടിക്കില്ല, കുറച്ച് ടൈമൊക്കെ എടുക്കും. പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ച് എനിക്ക് ഗുളികയും കാര്യങ്ങളൊക്കെ കുടിക്കാനുള്ളതുകൊണ്ട്
ഞാനും ഉമ്മയൊക്കെ നേരത്തെ കുടിക്കേ. അങ്ങനെ പിന്നെ അതും കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ വാർത്തിട്ടതിന് ശേഷം ഇന്ന് മുരിങ്ങൻ്റെ ഇലയും പരിപ്പും തേങ്ങരച്ച് കറി വെക്കുന്നതാണ്. അപ്പോൾ പരിപ്പൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട്. പിന്നെ കറണ്ട് ഇങ്ങനെ പോയി വന്നും കളിക്കുന്നതായതുകൊണ്ട് ഞാൻ പിന്നെ ഗ്യാസുമ്മലും മാറ്റി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തേങ്ങ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കറി വെക്കുന്ന സമയത്ത് പരിപ്പ് വെക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് തേങ്ങയിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ പരിപ്പും വേഗം പെട്ടെന്ന് തന്നെ വേവുന്ന പരിപ്പാണ്. അപ്പം പരിപ്പും വെന്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒരു കഷ്ണം തക്കാളിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണേ. എന്നിട്ട് എനിക്ക് തക്കാളി ഇട്ടില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. ചില ആൾക്കാരൊന്നും ഇടൂല കേട്ടോ, ചില ആൾക്കാരൊക്കെ ഇടും. എനിക്ക് തക്കാളി ഇടണം എല്ലാ കറിയിലും. പിന്നെ കുറച്ചൊരു പിഞ്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മളെ ഊരി കഴുകി വെച്ച നമ്മളെ മുരിങ്ങൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കണേ. പിന്നെ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി. ഈ കറി നമ്മൾ വറവിടൂല കേട്ടോ, തേങ്ങ ഇട്ടാൽ പിന്നെ ഞങ്ങൾ വറവിടല്ലേ. തേങ്ങ ഒഴിക്കുകയാണെങ്കിൽ തേങ്ങയിൽ തന്നെ വെളിച്ചെണ്ണൻ്റെ അംശം ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ ഇവിടെ എനിക്കും ഉമ്മക്കും ഉപ്പക്കൊക്കെ കൊളസ്ട്രോൾ ഉണ്ട്. അതുകൊണ്ട് വറവിടൽ കുറച്ച് കുറവാണ്. കൂടുതൽ ഇങ്ങനെ തിളപ്പിച്ച് വെക്കുന്ന കറിയാണ് വെക്കുക. തേങ്ങ അരക്കുകയാണെങ്കിൽ വറവിടൂല കേട്ടോ. പിന്നെ കുറച്ച് അയിലയും കൂടി കിട്ടിയാണ്. അപ്പം അത് ഒരു മുളക് കറിയും പിന്നെ കുറച്ച് പൊരിക്കുകയും കൂടി വേണം കേട്ടോ. പിന്നെ അതൊന്ന് റെഡി ആക്കണം. അതിൻ്റെ ഇടയിൽ സാധാ മുളക് കറി വെക്കുന്ന പോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, പിന്നെ ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചിട്ട് ഒരു തക്കാളി, ഒരു ചെറിയ കഷ്ണം സവാള, ഒരു പച്ചമുളകും കൂടി ചീന്തിട്ടിട്ട് കറിയും കലക്കിയിട്ടൊന്ന് അടുപ്പത്തേക്ക് വെക്കുകയാണേ. അപ്പോൾ ഈ ഉലുവാപ്പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഈ കറിയിൽ ഇടൂല കേട്ടോ, കാരണം ഉപ്പൊക്കെ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ പുളിയും നല്ലോണം വേണം ഉപ്പൻ്റെ കറിയിൽ കേട്ടോ. എനിക്കാണെങ്കിൽ പുളി പറ്റുകയില്ല. എനിക്ക് പിന്നെ എന്ത് പച്ചക്കറി ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ മീൻ കറി ഉപ്പൻ്റെ സ്റ്റൈലിൽ തന്നെ വെച്ചിട്ടോ. കുറച്ച് അത്യാവശ്യം നന്നായിട്ട് പുളിയൊക്കെ പിഴിഞ്ഞതിന് ശേഷം വെള്ളവും ഒഴിച്ചിട്ട് അത് ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോഴത്തേക്കും മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണേ. എനിക്ക് മീൻ മുറിക്കാൻ വലിയ പരിചയമൊന്നുമില്ല കേട്ടോ, എന്താ പറയുക, ഒപ്പിക്കാന്നറിയാം. ഉമ്മയൊക്കെ മീൻ മുറിച്ചാൽ നല്ല കാണാൻ തന്നെ ഒരു മൊഞ്ചാണ് കേട്ടോ. എനിക്കങ്ങനൊന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ മീനല്ലേ മുറിക്കാനുണ്ടാവുള്ളൂ. ഇവിടെ ഒരുപാട് മീൻ കൊണ്ടുവരും മുറിക്കാൻ. ഒരു കവറ് നിറയെ ഉണ്ടാവും ചില സമയം കേട്ടോ മുറിക്കാൻ. അപ്പോൾ ഓല് എത്ര പെട്ടെന്നാണെന്ന് അറിയാം മുറിച്ച് കഴിയാൻ. എനിക്കിപ്പോൾ ഒരു 4 മീൻ മുറിക്കാൻ തന്നെ വേണം ഒരുപാട് സമയം. അപ്പോഴത്തേക്ക് എൻ്റെ ക്യാമറ ഒക്കെ വീണ്, അതാണ് വീഡിയോ തലകുത്തനൊക്കെ കാണിച്ചു കേട്ടോ. പിന്നെ കുറച്ച് മുളക് ഇടാനും വെച്ച് പിന്നെ ബാക്കി പൊരിക്കാനും കൂടി മാറ്റി വെക്കുന്നുണ്ട്. പൊരിക്കാനുള്ള ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ഓയിലാണ്, അത് ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പൊരിക്കാനും കൂടി ഇടുന്നുണ്ട്. പിന്നെ കറിയൊക്കെ ഒന്ന് തളിച്ച് വന്നപ്പം കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം മീനൊക്കെ നന്നായിട്ട് വെന്തേന് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റി വെച്ച് പിന്നെ മീനും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. അത് കൊടുത്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, വീഡിയോൻ്റെതായാലും ലൈവിൻ്റെതായാലും ഒക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബായ്.